അടുത്ത കാലത്ത് ഏറെ പ്രമാദമായ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ മയക്കുമരുന്ന് കേസിൽ വലിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. ഷീല സണ്ണി എന്ന സംരംഭക പ്രതിയായ വ്യാജലഹരി മരുന്നു കേസിന് പിന്നിൽ കുടുംബ വഴക്കാണ് എന്നാണ് ഇപ്പോൾ വെളിപ്പെടുന്നത്. ഒരു തെറ്റും ചെയ്യാതെ 70 ദിവസത്തിലേറെ ജയിലിൽ കിടന്ന ഷീല സണ്ണി കേസ് മാസങ്ങളോളം ചൂടൻ വാർത്തയായിരുന്നു. ഇന്ന് കറുപ്പും വെളുപ്പും തിരിഞ്ഞു വരുമ്പോൾ ഈ കേസിന്റെ നാൾ വഴി ചർച്ച ചെയ്യേണ്ടത് ധാർമ്മിക നീതിയാണെന്ന് RDX കരുതുന്നു. RDX റാപ്പ് 59 സെക്കൻഡ്. ചാലക്കുടി വ്യാജ ലഹരിമരുന്ന് കേസിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരി ലിവിയ ജോസഫിനെയും പ്രതി ചേർത്തു. കേസിലെ 2ാം പ്രതിയാണിവർ. ഷീല സണ്ണിയെ കേസിൽ കുടുക്കിയത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നെന്ന് പോലീസ് പറയുന്നു. നൈജീരിയൻ സ്വദേശിയുടെ കയ്യിൽ നിന്ന് ലിവിയ വ്യാജ ലഹരി സ്റ്റാമ്പുകൾ വാങ്ങുകയായിരുന്നു. ഷീല ലഹരി സ്റ്റാമ്പുകൾ വിൽക്കുന്നുവെന്ന് എക്സൈസിന് വിവരം കൈമാറിയത് ലിവിയ ജോസഫിന്റെ സുഹൃത്ത് MN നാരായണദാസ് ആണ്. കേസിലെ മറ്റു പ്രതികൾ കൂടി അറസ്റ്റിലായാൽ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് SIT തലവൻ VK രാജു വിശദമായി ചോദ്യം ചെയ്യലിൽ കുറ്റസമ്മതം നടത്തിയിട്ടുള്ളതാണ്. ഇനിയും പ്രതികൾ ഈ കേസിലുണ്ട്. അവരെ കൂടി അറസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുള്ളൂ. അതേസമയം കസ്റ്റഡിയിലായ മുഖ്യപ്രതി നാരായണദാസുമായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രാവിലെ തൃശൂരിലെത്തി. ബംഗളൂരുവിൽ നിന്നാണ് പ്രതി നാരായണദാസിനെ അന്വേഷണ സംഘം പിടികൂടിയത്. ദീർഘനാളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ കസ്റ്റഡിയിലെടുത്തതോടെ കേസിലെ നിർണായക വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. RDX റാപ്പ് ന്യൂസ് മലയാളം. ഷീല സണ്ണി കേസിന്റെ, അതായത് ആ വ്യാജ ലഹരി മരുന്ന് കേസിന്റെ നാൾ വഴി നമുക്ക് നോക്കാം. 2023 മാർച്ച് 27 ഷീല സണ്ണിയുടെ ബ്യൂട്ടി പാർലറിൽ എക്സൈസ് വകുപ്പ് റെയ്ഡ് നടത്തുകയാണ്. സ്കൂട്ടറിൽ സൂക്ഷിച്ച ബാഗിൽ നിന്ന് ലഹരി വസ്തുക്കൾ കണ്ടെടുത്ത് പിടികൂടിയത് 0.16 ഗ്രാം MDMA-യും 12 LSD സ്റ്റാമ്പുകളുമാണ്. പരിശോധന നടത്തിയത് CI K സതീശന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ്. വിവരം നൽകിയ ആളിന്റെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടില്ല. ചാലക്കുടി നായരങ്ങാടിയിലെ സംരംഭകയാണ് ഷീല സണ്ണി. കോയമ്പത്തൂരായിരുന്നു സ്വദേശം. വിവാഹശേഷം ചാലക്കുടിയിലെത്തി. ഭർത്താവും 2 മക്കളും ചാലക്കുടി ടൗണിൽ സ്വന്തമായി ബ്യൂട്ടി പാർലറും ഒക്കെയായി കഴിയുകയായിരുന്നു. കല്യാണ വീടുകളിൽ ബ്യൂട്ടീഷ്യൻ വർക്കുകൾക്കായും പോകാറുണ്ടായിരുന്നു. ഷീല സണ്ണിക്ക് മേൽ ചുമത്തിയത് 1985 NDPS ആക്ട് പ്രകാരമുള്ള 8C, 22C, 60C വകുപ്പുകളാണ്. ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഷീലയെ റിമാൻഡ് ചെയ്തു. 72 ദിവസം ഷീല സണ്ണി ജയിലിൽ കിടന്നു. 2023 മെയ് 9 ജാമ്യം കിട്ടി ജയിൽ മോചിതയായി. ഈ തൊണ്ടി മുതൽ വ്യാജമാണെന്നാണ് പിന്നീട് കണ്ടെത്തിയത്. തൊണ്ടി മുതൽ പരിശോധിച്ചത് കാക്കനാട് കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിലാണ്. 2023 മെയ് 29 പരിശോധനാ ഫലം പുറത്തു വന്നു. തൊണ്ടി മുതൽ ലഹരി മരുന്ന് അല്ല എന്നായിരുന്നു ആ പരിശോധനാ ഫലം. റിപ്പോർട്ട് പുറത്തു വന്നതോടെ കേസ് വലിയ വിവാദമായി. ഷീല സണ്ണി കോടതിയെ സമീപിച്ചു. മകന്റെ ഭാര്യ സഹോദരിക്ക് കേസിൽ പങ്കുണ്ടാകാമെന്നുള്ള മൊഴിയും നൽകി. അവർ ഇരുചക്രവാഹനം ഉപയോഗിച്ചപ്പോഴാകാം തൊണ്ടി ഒളിപ്പിച്ചത് എന്നായിരുന്നു മൊഴി. പിന്നീട് കേസിൽ തുടരന്വേഷണം നടക്കുകയാണ്. 2023 മാർച്ച് 25 കേസന്വേഷണത്തിനായി എക്സൈസ് ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തുന്നു. എക്സൈസും ലോക്കൽ പോലീസും അന്വേഷണം തുടങ്ങി. 2023 ജൂലൈ 3 ഷീലയെ പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി. ഷീല വീണ്ടും ഹൈക്കോടതിയിലെത്തി. 2024 ഷീല ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ നൽകി. നഷ്ടപരിഹാരം വേണം, പ്രതിയെ കണ്ടെത്തണം എന്നിവയായിരുന്നു ആവശ്യങ്ങൾ. ഷീല സണ്ണി നൽകിയ റിട്ട് പെറ്റീഷൻ കോടതി ഫയലിൽ സ്വീകരിച്ചു. ജൂൺ മാസത്തോടെ വിചാരണ ആരംഭിക്കുകയും ചെയ്യും. ഈ ഒറ്റുകാരൻ ആരാണ് എന്നുള്ളത് ആണ് ഇനി മനസ്സിലാക്കേണ്ടത്. CI K സതീശന് ലഭിച്ചത് തെറ്റായ സന്ദേശമാണ് എന്നുള്ളതായിരുന്നു നിഗമനം. വിവരം നൽകിയത് നാരായണദാസ് എന്നയാളാണെന്ന് CI എക്സൈസ് ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. എറണാകുളം ഏരൂർ സ്വദേശിയാണ് വിവരം നൽകിയ നാരായണദാസ്. ഷീല സണ്ണിയുടെ മകന്റെ ഭാര്യ സഹോദരിയുടെ സുഹൃത്താണ് നാരായണദാസ്. ജില്ലാ കോടതി നിർദ്ദേശപ്രകാരം ഇയാളുടെ CDR ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചു. നാരായണദാസും CI സതീശനും സംഭവ ദിവസത്തിന്റെ തലേന്ന് ഒരേ ടവർ ലൊക്കേഷനിൽ ഉണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തി. നാരായണദാസിനെ പ്രതി ചേർത്ത് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ടിൽ കുറ്റകൃത്യത്തിലുള്ള നാരായണദാസിന്റെ പങ്ക് വ്യക്തമായി. ഇതിനിടയ്ക്ക് നാരായണദാസ് മുൻകൂർ ജാമ്യം തേടി. നാരായണദാസ് സുപ്രീം കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീലിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ഷീലയ്ക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നാരായണദാസിനും ബാധകമാകുമെന്ന് കോടതി പറഞ്ഞു. 72 മണിക്കൂർ പോലും നാരായണദാസ് ജയിലിൽ കിടന്നില്ലെന്ന് കോടതിയുടെ വിമർശനവുമുണ്ടായി.
ഒടുവിൽ സംഭവിച്ചത് ഒടുവിൽ കഴിഞ്ഞിരുന്ന നാരായണദാസ് ഇന്നലെ ബംഗളൂരുവിൽ പിടിയിലായി. ഇന്ന് പുലർച്ചെയോടെ നാരായണദാസിനെ തൃശ്ശൂരിലെത്തിച്ചു. ഷീല സണ്ണിയെ കേസിൽ കുടുക്കിയതാണ് എന്ന് നാരായണദാസ് സമ്മതിച്ചു എന്ന് പോലീസ് പറഞ്ഞു. കുടുക്കിയത് ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയും തന്റെ സുഹൃത്തുമായ ലിവിയയ്ക്ക് വേണ്ടിയാണ് എന്നുകൂടി നാരായണദാസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത്രയുമാണ് വിവരങ്ങൾ. സനീഷ്, 72 ദിവസമാണ് നിരപരാധിയായ ഷീല സണ്ണി ജയിലിൽ കഴിയേണ്ടി വന്നത്. അത് വലിയ ചർച്ചയായ സാഹചര്യമൊക്കെ ഉണ്ട്. നമുക്ക് സർക്കാരിൻ്റെ ഈ മയക്കുമരുന്നിനെതിരായ ഡ്രൈവിന് എല്ലാ പിന്തുണയും നമുക്ക് നൽകാം, ഒരു സംശയവുമില്ല. അക്കാര്യത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി കൂടെയാണ്. പക്ഷേ ഏത് നിരപരാധിയെയും ഒരു ശത്രുവിന് കൊടുക്കാൻ ഈ ഒരു കേസിൽ കുടുക്കിയാൽ മതി എന്നുള്ളത് അത്ര ഈസിയായി ആളുകളെ കേസിൽ കൊടുക്കാവുന്ന ഒരു സ്ഥിതി കൂടി ഇതിലുണ്ട് എന്നുള്ള ആ ഒരു വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഷീല സണ്ണി കേസ്. ഈ കേസ് മാത്രമല്ല, ഇതുപോലെ പല കേസുകളുമുണ്ട്. ഇതുപോലെ ആളുകൾ നിരപരാധികൾ ജയിലിൽ കിടന്ന കേസുകൾ. അതുകൊണ്ട് ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത്? ഇതിപ്പോൾ പക്ഷേ ഇതിനകത്തുള്ള വലിയ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അതിനകത്തുള്ള ഒരു കുഴപ്പം, ഏറ്റവും വലിയൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നത്, അതായത് ഇത് റിയൽ ആയിട്ടുള്ള LSD സ്റ്റാമ്പ് കൊണ്ടുപോയിട്ട് വെച്ചിട്ടല്ല കുടുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അതിൻ്റെ വ്യാജനം വിൽക്കാനുണ്ട് എന്നല്ലേ അതിനർത്ഥം. അതായത് LSD സ്റ്റാമ്പ് വിൽക്കുന്നു, അതോടൊപ്പം അതിൻ്റെ ഒരു വ്യാജനയും വിൽക്കുന്നു എന്നല്ലേ ഇവർ ഈ പറയുന്ന കാര്യം. ഈ വ്യാജനം കൊണ്ടുവച്ചാലും തിരിച്ചറിയുന്ന കാലത്തോളം ജയിലിൽ കിടക്കണം. എനിക്കത് പക്ഷേ ഇപ്പോൾ പോലും ആ പറഞ്ഞ കഥയിലൊക്കെ ഇത് ഒരുപാട് അവിശ്വസനീയമായ സംഗതികൾ ഇതിനകത്തുണ്ട്. അതായത് ഇതിനകത്ത് അവരെ കുടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആളുകളെ പോലെ തന്നെ നമ്മുടെ സംവിധാനങ്ങൾക്കും വലിയ കുറ്റമുണ്ടോ എന്ന് സംശയിക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ LSD സ്റ്റാമ്പിൻ്റെ വ്യാജൻ എന്ന് വെച്ചാൽ കഞ്ചാവ് എന്ന് തോന്നിക്കുന്ന വല്ല ഇലയോ പുല്ലോ എടുത്തിട്ട് ഞാൻ ഹർഷന്റെ വണ്ടിക്കകത്ത് കൊണ്ടുപോയി വെച്ചാലും ഹർഷനെ പിടിച്ച് 72 ദിവസം ജയിലിൽ. എന്നിട്ട് ഇവർ കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ ദിവസം കഴിഞ്ഞിട്ടാണ് ഇവർ കൊണ്ടുപോയിട്ട് പരിശോധന നടത്തുക. പരിശോധന നടത്തിയിട്ടില്ല, ഇത് പിന്നെ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല ഉണക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് ഹർഷനെ 72 ദിവസം ജയിലിൽ കിടന്നിരുന്നത് എന്നല്ലേ ഈ പറയുന്നത്. എന്ന് വെച്ചാൽ മയക്കുമരുന്ന്, രാസലഹരി, മറ്റ് ലഹരി പദാർത്ഥങ്ങളൊക്കെ അങ്ങേയറ്റം വിനാശകരമായ സംഗതി, എതിർക്കണം. ആ വിനാശം എങ്ങനെയാണ്? ഇങ്ങനെ കൂടെയാണ്. ഒരു ശത്രുക്കൾക്ക് നിങ്ങളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറ്റും. അപ്പോൾ സംവിധാനങ്ങൾ ഇത് വന്ന് നേരെ തുറക്കുന്നു, LSD സ്റ്റാമ്പാണ് അതുപോലെ തോന്നുന്നുണ്ട്, എടുത്ത് ജയിലിലിടുകയാണ്. LSD സ്റ്റാമ്പ് ആണോ എന്ന് പരിശോധിക്കാൻ, എന്ന് വെച്ചാൽ ഇതിൻ്റെ രാസപരിശോധനാ ഫലം അപ്പുറത്ത് കൊണ്ടുപോയിട്ട് കൃത്യസമയത്ത് എടുക്കുന്നതിന് മുമ്പ് ഈ ഉദ്യോഗസ്ഥർക്ക് ഇത് കൃത്യമായിട്ട് ഇത് പറ്റിക്കാനായിട്ട് എന്തെങ്കിലും തട്ടിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണോ എന്നും മനസ്സിലാക്കാനുള്ള ശേഷിയോ കഴിവോ ഒന്നും ഈ കാര്യത്തിലില്ല എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. ഇതിപ്പോൾ മറ്റൊരു കാര്യം കൂടി ചേർക്കണം. ഷൈൻ ടോം ചാക്കോ ഇന്നിപ്പോൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് ഷൈൻ ടോം ചാക്കോ പോയിരിക്കുകയാണ് ഈ പറയുന്ന ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക്. അയാൾ ആദ്യം പിടിച്ചപ്പോൾ ഇവർ രാസപരിശോധനാ ഫലം നടത്തിയില്ല. കൊക്കൈൻ കേസിൽ രാസപരിശോധനാ ഫലം കോടതിക്ക് മുമ്പാകെ എത്തിയില്ല. കോടതി വലിയ നിശിതമായി വിമർശിച്ചിട്ടാണ് ഷൈൻ ടോം ചാക്കയെ കുറ്റവിമുക്തനാക്കിയിട്ട് വിട്ടത്. ആ കേസ് എങ്ങനെയാണ് പോയത്? അപ്പോൾ ഇവർ ഈ ഡ്രൈവിനെ നടത്തുന്ന ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ കൃത്യമായിട്ടാണോ നോക്കുന്നത് എന്ന കാര്യത്തിൽ നല്ല സംശയിക്കാനുണ്ട്. ഇതിനകത്ത് ഈ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അതിവിചിത്രമായിട്ട് തോന്നി. അതായത് ഈ ഷീല സണ്ണിയുടെ മകൻ സംഗീത് സണ്ണി എന്ന മറ്റാണ് അയാളുടെ പേര്. അയാളും ഇപ്പോൾ ഇതിൽ പ്രതിയാകാൻ പോകുന്നത്. ഈ മകൻ്റെ ഭാര്യയാണ് ലിൽജ എന്നാണ് ഈ മകൻ്റെ ഭാര്യയുടെ പേര്. ഈ ലിൽജയുടെ അനിയത്തിയാണ് ലിവിയ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ബാംഗ്ലൂർ പോയതാണ്. അവിടെ ഈ മോഡലിംഗ് പരിപാടികളൊക്കെ ആയിട്ട് നിൽക്കുന്നതാണെന്നാണ് പറയുന്നത്. ഇത് പൂർണ്ണമായിട്ട് സ്ഥിരീകരിക്കാവുന്ന കഥയല്ല. ഈ ലിവിയയുടെ സുഹൃത്താണത്രേ നാരായണദാസ്. അപ്പോൾ ലിൽജയോട് അമ്മായിയമ്മ മരുമകൾ എന്തോ പ്രശ്നമോ മറ്റോ ഉണ്ടാകണമെന്ന് വേണം നമ്മൾ സംശയിക്കാൻ. അപ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഈ ലിൽജയ്ക്ക് വേണ്ടിയിട്ട് ലിൽജയുടെ അനിയത്തി ഏറ്റെടുത്ത കൊട്ടേഷൻ ഈ നാരായണദാസിന് കൊടുക്കാനുണ്ടായത്. നാരായണദാസ് ചുളുവിലക്ക് എവിടെ നിന്നോ LSD സ്റ്റാമ്പാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് ഇവരുടെ വണ്ടിയിൽ കൊണ്ടുവച്ചു. ഇതാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രക്ക് നിസ്സാരമായിട്ട് ഈ കേരളത്തിൽ ഒരാളെ, ഒരു സ്ത്രീയെ നിങ്ങൾക്ക് ഇങ്ങനെ ഭീകരമായിട്ട് പറ്റിക്കാൻ പറ്റും. അതായത് സ്വന്തം കാശ് മുടക്കിയിട്ട് ഈ LSD സ്റ്റാമ്പ് എന്നൊക്കെ പറയുന്ന പോലുള്ള വലിയ പണം മുടക്കണ്ടേ അതിന്? ആ കാര്യം പോലും വേണ്ട. അതുപോലുള്ള ഒരു വ്യാജ സാധനം വാങ്ങിയിട്ട് വെച്ചാൽ മതി എന്നാണ് തെളിയിക്കുന്നത്. പക്ഷേ അപ്പോഴും എൻ്റെ സംശയം, ഞാനത് വ്യാജനാണ് എന്ന് എന്ത് സ്ഥിരീകരണമുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ പൂർണ്ണമായിട്ട് ഈ വിവരങ്ങളൊന്നും വന്നിട്ടില്ല. പരിശോധനാ ഫലത്തിൽ ഇങ്ങനെയാണെന്ന് ഇവരെല്ലാം പറയുന്നു. ഞാൻ പറയുന്ന ഈ കേസിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ വന്നാൽ മാത്രമേ അക്കാര്യത്തിൽ കൺഫേം ചെയ്യാൻ പറ്റൂ. ഇത് തങ്ങൾക്ക് പറ്റിപ്പോയൊരു പെശക് തിരുത്താനോ മറ്റോ ഇതിനകത്ത് ഈ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ വല്ല കളിയും കളിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അക്കാര്യത്തിൽ പൂർണ്ണമായിട്ട് ഇനി ഏതായാലും ഈ കഥകളെല്ലാം പുറത്തു വന്നാൽ മാത്രമേ ഇത്രക്ക് നേരത്തെ പറഞ്ഞാണ് കാര്യം. ഒരു സാധാരണ സ്ത്രീ, അവരവരുടെ സംരംഭത്വമായിട്ട് പോകുന്നൊരു സാധാരണ സ്ത്രീ 72 ദിവസം പോയി ജയിലിൽ കിടക്കുകയാണ്. അതും ഈ നമ്മുടെ നാട്ടിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെന്ന് വെച്ചാൽ ഇപ്പോൾ വലിയ അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ടുന്ന ആളായിട്ട് കണക്കാക്കപ്പെടുമ്പോൾ ഒരു സ്ത്രീ തൃശ്ശൂർ നഗരത്തിൽ ഈ ബ്യൂട്ടി പാർലറൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സാധാരണ സ്ത്രീ എത്രമാത്രം വലിയ കഠിനമായിട്ടുള്ള വ്യഥകളിലൂടെയായിരിക്കും കടന്നുപോയിട്ടുണ്ടാവുക. അപ്പോൾ ഇത് ഈ വസ്തുത പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ അവരെങ്ങനെ ജീവിതത്തിൽ ഔട്ടായി പോയേനല്ലേ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല സനീഷ്, ഇതിനകത്ത് ചില കേസുകൾ കൂടി നമുക്ക് ഓർത്തെടുത്ത് പെട്ടെന്ന് വാങ്ങും. ഇപ്പോൾ കോഴിക്കോട് വ്യാജ ലഹരി മരുന്ന് കേസ് 2023 അതായത് ഒരു യുവാവിനെ വ്യാജ ലഹരി മരുന്ന് കേസിൽ ഇതുപോലെ എക്സൈസ് വകുപ്പ് അറസ്റ്റ്
ചെയ്തു. പിന്നെ ഇത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ലഹരി മരുന്നല്ല എന്ന് കണ്ടെത്തി. ഇയാൾ 45 ദിവസമാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമല്ല ഷീല സണ്ണി കേസുമായി ബന്ധപ്പെട്ടുള്ളതും ആ മട്ടിലുള്ള മറ്റൊരു, അതായത് ആ സ്വഭാവത്തിലുള്ള മറ്റൊരു കേസാണ്. അതുപോലെ തിരുവനന്തപുരത്ത് ഇതുപോലെ 2024 തന്നെയാണ് ഒരു വിദ്യാർത്ഥിയെ കഞ്ചാവ് കൈവശം വെച്ചു എന്ന് പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തു. 30 ദിവസം വിദ്യാർത്ഥി റിമാൻഡിൽ കഴിഞ്ഞു. അതിനുശേഷം ഇത് കഞ്ചാവല്ല, ഇത് പുകയില മിശ്രിതമാണെന്ന് കണ്ടെത്തി. മനസ്സിലായോ? പുകയില മിശ്രിതമാണെന്ന് കണ്ടെത്തി. 30 ദിവസം വിദ്യാർത്ഥി ജയിലിൽ കഴിഞ്ഞു. ഇതിനുശേഷം ഈ വിവരം നൽകിയവരെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ഇത് ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എറണാകുളത്ത് ഇതുപോലെ തന്നെ 2022 വ്യാജ LSD കേസ് ഇതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു ചെറുകിട വ്യാപാരിയുടെ കയ്യിൽ LSD സ്റ്റാമ്പുകൾ കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ട് എക്സൈസ് അറസ്റ്റ് ചെയ്തു. 60 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ലാബ് പരിശോധനയിൽ ഇത് LSD സ്റ്റാമ്പ് അല്ല എന്ന് പറഞ്ഞു. ഒരു വ്യക്തി ഈ വ്യാപാരിയുടെ എതിരാളിയായ ഒരു വ്യക്തിയാണ് ഈ വിവരം നൽകിയിരുന്നത്. ഇതുപോലെ ഈ കേസ്, ഞാനിത് മുഴുവൻ കേസും പറയുന്നില്ല, കൊല്ലത്ത് ഇതുപോലെ വേറൊരു കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. 50 ദിവസമാണ് അവിടെ ഒരു ഡ്രൈവർ ഇതുപോലെ അകത്ത് കിടന്നത്. അപ്പോൾ ഇത് ഈ കേസിലേക്ക് കൂടി സർക്കാരിൻ്റെ ശ്രദ്ധ തീർച്ചയായും വരേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഈ കേസുകളെല്ലാം ആ സർക്കാർ പോലീസിനെ നിർബന്ധിക്കണം. ആ 30 ദിവസം കിടന്ന വിദ്യാർത്ഥിയെ ആരാണ് കുടുക്കിയത് കണ്ടെത്തണം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ വൈകി കിട്ടുന്ന നീതി അല്ല എന്ന് തന്നെയാണ് നിയമജ്ഞർ പറയാറുള്ളത്. ഷീല സണ്ണിക്ക് നീതി കിട്ടി എന്നല്ല, ഒടുവിൽ ഇരുൾമേഘങ്ങൾക്ക് പുറത്തേക്ക് നീതിയുടെ ഒരു വെളിച്ചം വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ തെളിയുക എന്ന് മാത്രമേ പറയാൻ കഴിയൂ. എക്സൈസിൻ്റെ പിടിപ്പുകേട് കണ്ടാണ് മാന്യമായ ഒരു തൊഴിൽ ചെയ്ത് ജീവിച്ചിരുന്ന ആ സംരംഭക 2.5 മാസം ഇരുമ്പഴിക്ക് പിന്നിൽ കിടന്നത്. യഥാർത്ഥ കുറ്റവാളികളെ തിരിച്ചറിയാൻ പോലും എടുത്തത് 1 വർഷത്തിലേറെ സമയമാണ്. നമ്മുടെ സംവിധാനത്തിൽ അടിയന്തരമായി വേണ്ട ചില തിരുത്തുകളെ ഓർമ്മിപ്പിക്കുകയാണ് ഷീല സണ്ണി കേസ്. ഇപ്പോൾ തെളിയുന്നത് തന്നെയാണ് നേരെങ്കിൽ ആ സ്ത്രീക്ക് ഏറ്റുവാങ്ങേണ്ടി വന്ന അപമാനഭാരത്തിൽ, ജയിൽവാസത്തിൽ, സമൂഹത്തിൻ്റെയും മാധ്യമങ്ങളുടെയും വിചാരണയിൽ ഷീല സണ്ണിക്കുണ്ടായത് അപരിഹാര്യമായ വേദനയും നഷ്ടവുമാണ്. ഇനി ഇത് ആർക്കും ആവർത്തിക്കാതിരിക്കട്ടെ. കേസിൽ നീതിയുക്തമായ അന്വേഷണവും വിചാരണയും നടക്കട്ടെ എന്നും RDX ആഗ്രഹിക്കുന്നു. RDX അവസാനിക്കുന്നു. ഗുഡ് നൈറ്റ്.